ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ അച്ഛമ്മേൻ്റെ 70ാം പിറന്നാളാണ് കേട്ടോ. ഇച്ഛമ്മ ഗിഫ്റ്റൊക്കെ കൊണ്ട് കൊടുത്തു. നമ്മൾ നൈറ്റ് വാങ്ങിയിട്ടാണ് പോയത്. സാരി ഒന്നും വാങ്ങിയാൽ ഉടുക്കില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ കേക്ക് കട്ട് ചെയ്യാൻ നോക്കിയപ്പോൾ 3 ആൾക്കും കേക്ക് കട്ട് ചെയ്യണം. പിന്നെ എല്ലാത്തിനെയും പിടിച്ചു വരുത്തി കേക്കൊക്കെ കട്ട് ചെയ്ത് കേക്കൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഒരു ബിരിയാണിയൊക്കെ കഴിച്ചു കേട്ടോ. നേരെ എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മളിന്ന് പാലക്കാട് പോവുകയാണ് കേട്ടോ. എൻ്റെ കസിൻ്റെ കല്യാണമാണ്. നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പോണത്. അച്ഛനമ്മയും നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. ചുരം എത്തിയപ്പോൾ ഞാൻ നല്ല പേടിച്ചോട്ടിരുന്നത്. 2 ദിവസമായിട്ടുള്ളൂ പാറയൊക്കെ ഇടിഞ്ഞാൽ ആകെ സീനായിട്ട്. പിന്നെ അവിടെ എത്തി രാവിലെ അച്ഛമ്മേൻ ആദ്യം റെഡിയാക്കിയിട്ട് ഞാൻ റെഡിയാവാൻ നിന്നു. ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം എന്ന് പറയുന്നത്. പിന്നെ കുറച്ച് പൂവൊക്കെ വെച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നമ്മളെ കുട്ടിപ്പട്ടാളം മോൾ സെറ്റ്. ഇതൊക്കെ എൻ്റെ കസിൻസാണ് കേട്ടോ. എല്ലാവരും ചെറിയ കുട്ടികളാണ്. നമ്മൾ നേരെ ചെക്കൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. എന്നിട്ട് വേണം മണ്ഡപത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. പാലക്കാട് എന്ന് പറയുമ്പോൾ പിന്നെ പറയണ്ടല്ലോ, അടിപൊളി വ്യൂ ആണ് കേട്ടോ 2 സൈഡും. നമ്മളിതാ വെല്ലിച്ചൻ്റെ വീട്ടിലെത്തിയപ്പോഴത്തേക്കും എല്ലാവരും മണ്ഡപത്തിലേക്ക് ഇറങ്ങുകയാണ്. ഇതൊക്കെ എൻ്റെ കസിൻസാണ് കേട്ടോ. ഏകദേശം ഞങ്ങൾ ഒരുപോലെയാണ് കാണാൻ വേണ്ടിയിട്ട്. വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഭയങ്കര വർത്താനാണ് എല്ലാവരും. പിന്നെ ഇങ്ങനൊരു ഡ്രസ് കോഡൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് അമ്മേൻ്റെ കോസ്റ്റ്യൂം എന്ന് പറഞ്ഞാൽ സുന്ദരിയായിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ മണ്ഡപത്തിലേക്ക് പോകണം കേട്ടോ. അവിടെ എത്തിയപ്പോഴത്തേക്കും നമ്മളെ വെൽക്കം ചെയ്യാൻ വേണ്ടി കുറേ കുട്ടികൾ ഇങ്ങനെ നിരന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ കെട്ടൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഫുഡ് കഴിക്കാനിരുന്നു. എനിക്ക് എന്താണെന്നറിയില്ല, നമ്മുടെ ഇവിടുത്തെ ഫുഡ് കഴിച്ച് വേറെ എവിടെ പോയിട്ട് സദ്യ വെച്ചാൽ ഒരു ആവറേജ് ആയിട്ട് തോന്നും. പിന്നെ അവിടുന്ന് ഫുഡൊക്കെ വെച്ച് നേരെ ഇറങ്ങി ചുമ്മാ ഫുൾ ഡ്രസ്സൊക്കെ ഊരിയിട്ടുണ്ട് ചൂടായതുകൊണ്ട്. പിന്നെ ഒരു കരിമ്പൻ ജ്യൂസൊക്കെ കുടിച്ച് ചുരത്തുനിന്ന് കാടമുട്ടയും നല്ല അടിപൊളി ചായ കുടിച്ച് നമ്മൾ നേരെ ഇനി വീട്ടിലേക്ക് പോവാണ്. ഈ ഒരു ഭാഗം മൊത്തം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ചുരത്തിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോത്തിലേക്കുള്ളൂ. ബൈ.